അല്ല, അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കാണേണ്ട കാര്യങ്ങളായിരുന്നു. എന്തായാലും വാസ്തവത്തിൽ പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്കത് ഇനി കാണുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശുഭാപ്തി വിശ്വാസത്തോടും വലിയ ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇറങ്ങുന്നത്. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് കൊടുത്തത്. മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ സീറ്റുകളും UDFന്റെ സീറ്റുകളൊക്കെ 5 ഇരട്ടി 10 ഇരട്ടി സിറ്റിംഗ് സീറ്റുകൾ ഭൂരിപക്ഷത്തിനാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട്. അല്ല അതൊക്കെ പിന്നെ എൻ്റെ നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വത്തിനോട് ചോദിച്ചാലാണ് കൃത്യവും യുക്തവും വ്യക്തവുമായ മറുപടികളാക്കാൻ. നമ്മൾ ആര് MLA ആയിരുന്നു എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലമ്പൂരിനെ പൂർണ്ണമായും അവഗണിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിലമ്പൂർ വന്നാൽ കാണാൻ സാധിക്കും. അല്ല, അത് ഒക്കെ അവരാണ് പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പൂർണ്ണമായും കഴിഞ്ഞ 9 വർഷക്കാലം നിലമ്പൂരിനെ അവഗണിച്ചു എന്നതാണ്. UDF കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ബൈപ്പാസ് ആവട്ടെ, KSRTC ആവട്ടെ, നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ആവട്ടെ, 100 കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഇന്ന് നിശ്ചലാവസ്ഥയിൽ UDF ഗവൺമെന്റ് കൊണ്ടുവന്നത് ഇന്ന് ജീവിക്കുന്ന നിത്യസ്മാരകങ്ങളായി നിലനിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്.